ഹോർമോസ് കടലെടുക്ക് ഞങ്ങൾക്ക് മാത്രമായിട്ട് വിട്ടുതരണം, അവിടെ ചുങ്കം പിരിക്കുകയും അവിടെ സൈന്യത്തിന്റെ ഇതിലും ഞങ്ങൾ നിശ്ചയിക്കും ഇവിടെ എന്ന് പറയും. ഇത് അമേരിക്ക മാത്രമല്ല, ലോകത്തെ ഒരു രാഷ്ട്രത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. സൗദി അടക്കമുള്ള GCC രാഷ്ട്രങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ നമ്മള് കരാറിന് പോയിട്ട് നമ്മൾ വിട്ടിലാവൂലേ? അപ്പൊ ഇത് ഒന്ന് പാകപ്പെടാനുണ്ട്. പാകപ്പെടുമ്പോൾ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് ഇടപെടാൻ കഴിയും. അതായത് ലോകരാഷ്ട്രങ്ങൾക്കും കൂടെ മനസ്സിലാവണം ഇത് വൻപിച്ച ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇറാൻ അങ്ങനെ കീഴടങ്ങില്ല. അതേസമയം ഇറാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇടപെട്ട് തങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്കും രാഷ്ട്രമെന്നുള്ള നിലയിൽ നിലനിൽപ്പ് വളരെ കലുഷിതമാകും, പ്രശ്നബാധിതമാകും. അതുകൊണ്ട് ഇന്ത്യ പറയുന്നത് കുറച്ചുകൂടെ കേൾക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ ഇന്നല്ലെങ്കിൽ നാളെ എത്തും. ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ തന്നെയായിരിക്കും ഇതിന് മുൻകൈ എടുക്കുക. കാരണം റഷ്യക്ക് പോലും ഇന്ന് അമേരിക്കയുമായിട്ടുള്ള സേയേക്കാൾ, അല്ലെങ്കിൽ ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള സേയേക്കാൾ കൂടുതൽ സേ ഉള്ളത് ഇന്ത്യക്കാണ്. നെതന്യാഹുവിനെ ഒറ്റ ഫോണിൽ വിളിച്ച് ഒറ്റ കോളിൽ സംസാരിച്ച് കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ഇന്ന് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. ട്രംപിനോട് അതുപോലെ സംസാരിക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ. അത് റഷ്യക്കും കഴിയില്ല, ചൈനയ്ക്കും കഴിയില്ല. മറ്റു രാഷ്ട്രങ്ങൾക്ക് കഴിയുമെങ്കിലും അവർക്ക് ഇറാന്റെ മനസ്സിനെ ഉൾക്കൊള്ളാനും കഴിയില്ല. ഇപ്പൊ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും വേണമെങ്കിൽ ബ്രസീലിനുമാണ് ഇതിനകത്ത് ഇറാന്റെ മനസ്സും കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പൊ ഇറാന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇന്ത്യ, നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇന്ത്യ, ആ ഇന്ത്യക്ക് മാത്രമേ ഇതിൽ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന നയതന്ത്ര ബന്ധവും ഇതിനകത്തൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ കഴിയും. അവിടെയാണ് ഇന്ത്യയുടെ വിജയം. അപ്പൊ ഇന്ത്യക്ക് എണ്ണ തരുന്നത് വെറുതെ ഇന്ത്യയിലെ കുറെ പാവങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, അവർക്ക് കഞ്ഞി വെക്കാനായിട്ട് കുറച്ച് ഗ്യാസ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചല്ല. അതാരും തെറ്റിദ്ധരിക്കേണ്ട. നിർണായക നിമിഷത്തിൽ ഇറാന് വേണ്ടി ഇന്ത്യ ഒരു മധ്യസ്ഥതയിൽ ഇടപെടും. അതവർക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പ്രസക്തി ഈ വാറിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ആദ്യത്തെ നടപടി ഇന്ത്യയുടേതായിരിക്കും. അതിൽ അല്പം കൂടെ നീങ്ങുമ്പോഴേക്കും, ഇപ്പൊ തന്നെ റെഡിയാണ്, അല്പം കൂടെ നീങ്ങിയാൽ ട്രംപും സമ്മതിക്കും, നെതന്യാഹുവും സമ്മതിക്കും. അങ്ങനെയാണോ ശ്രീ മിഥുൻ വിജയകുമാർ താങ്കളുടെ ഒരു പ്രതീക്ഷ? നമുക്കറിയാമല്ലോ, ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ ആദ്യമായി ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയിൽ സംയുക്ത സൈനികാഭ്യാസത്തിന് വന്ന ഒരു കപ്പലായിരുന്നു. അതിനുശേഷം അതേ ഇറാന്റെ യുദ്ധക്കപ്പലുകൾക്കടക്കം നമ്മുടെ കൊച്ചി തീരത്തടക്കം അഭയം നൽകിയെന്ന് വളരെ കൃത്യമായി ഇന്ത്യ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ രാജ്യങ്ങളുമായൊക്കെ സൗഹൃദം നിലനിൽക്കുന്നു. ഇപ്പോഴും ഒരു പരിധിവരെ നമ്മൾ ഈ ക്ഷാമത്തെ മറികടക്കുന്നത് ഈ സൗഹൃദം കൊണ്ടാണ്. പക്ഷേ ഈ ചില